ഗസയിലെ ജബലിയയിൽ ഇസ്രായേൽ സൈന്യവും ഹമാസും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ 3 ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ട വിവരം പുറത്തുവന്നു. ഈ മരണം ഇസ്രായേൽ സ്ഥിരീകരിക്കുകയും IDFന് ഇതുവരെ 614 സൈനികരെ ഗസയുമായുള്ള ഏറ്റുമുട്ടലിൽ മരണപ്പെട്ട വിവരം അവർ പുറത്തുവിടുകയും ചെയ്തു. ജബലിയ നഗരത്തിലും റഫയുടെയും ഖാൻ യൂനിസിന്റെയും ഭാഗങ്ങളിൽ ഇസ്രായേൽ സൈന്യം തിരിച്ചു വന്നുകൊണ്ടാണ് ആക്രമണം നടത്തുന്നത് എന്ന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തന്നെ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ഗസയുടെ ചില പ്രദേശങ്ങളിൽ നിന്നെല്ലാം ഇസ്രായേൽ സൈനികർ വിട്ടുപോവുകയും അവിടെ ഹമാസിന്റെ സൈനികരോ അല്ലെങ്കിൽ അവരുമായി നേരിടുന്ന എന്തെങ്കിലും സംവിധാനമോ ശേഷിക്കുന്നില്ല എന്ന് ഇസ്രായേലി ഗവൺമെന്റിന് അവർ റിപ്പോർട്ട് നൽകുകയും ചെയ്തു. എന്നാൽ ചില നഗര ഗ്രാമപ്രദേശങ്ങളിൽ നിന്നെല്ലാം ഇസ്രായേൽ സൈന്യം വിട്ടുപോയതോടുകൂടി ഹമാസിന്റെ ആളുകൾ അവിടേക്ക് തിരിച്ചു വന്നു എന്നും അവിടെ ഭരണം പുനഃസ്ഥാപിച്ച വിവരങ്ങളാണ് പിന്നീട് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഇതേക്കുറിച്ചുള്ള അന്വേഷണത്തിൽ IDFൽ തന്നെ മനസ്സിലാകുന്ന കാര്യം എന്ന് പറയുന്നത് ബങ്കറുകളിൽ ഒളിച്ചിരിക്കുന്ന നല്ലൊരു ശതമാനം ഹമാസ് പോരാളികൾ ഇപ്പോഴും ഗസയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഉണ്ട് എന്നുള്ളതും എല്ലാവരും IDFുമായി നേരിട്ട് ഏറ്റുമുട്ടാൻ ഇപ്പോഴും പുറത്തോട്ട് വന്നിട്ടില്ല എന്നുള്ള കാര്യവുമാണ് IDFന് മനസ്സിലായത്. അതോടനുബന്ധിച്ചാണ് വ്യത്യസ്ത പ്രദേശങ്ങളിൽ വിന്യസിച്ചിരിക്കുന്ന സൈനികരെ തിരിച്ചു വിളിച്ചുകൊണ്ട് ജബലിയയിലും ഖാൻ യൂനിസിലും റഫേലുമടക്കം ആക്രമണം നടത്താൻ വേണ്ടി ഇസ്രായേലിന്റെ സൈനികർ തന്നെ തീരുമാനിച്ചത്. ഈ തീരുമാനം വലിയ മണ്ടത്തരമായി പോയിട്ടുണ്ട് എന്ന് IDFൽ നിന്ന് തന്നെ ഈ ഇസ്രായേലിന്റെ സൈനിക മേധാവികൾ തന്നെ അഭിപ്രായപ്പെട്ടു. ഒഴിഞ്ഞു പോരുന്ന പ്രദേശങ്ങളിൽ നിന്ന് നമ്മൾ തിരിച്ചു പോകുന്ന സമയത്ത് അവര് വീണ്ടും സൈനികപരമായ രീതിയിൽ ശക്തി സംഭരിച്ചുകൊണ്ടാണ് പ്രതിരോധം ഉണ്ടാക്കുക. അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കില്ല എന്നതിനാൽ വലിയ നഷ്ടങ്ങൾ നമുക്കുണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലായിരുന്നു IDFന്റെ സൈനിക മേധാവികൾ തന്നെ ഇസ്രായേലിന് നൽകിയിരുന്ന റിപ്പോർട്ട്. എന്നാൽ അതൊന്നും മുഖവിലേക്ക് എടുക്കാതെ ആ ഭാഗത്ത് വീണ്ടും അധികാരം പിടിച്ചെടുക്കണം അല്ലെങ്കിൽ അവിടെയുള്ള ഹമാസിനെ തുരത്തണം എന്നതാണ് IDFന് ഇസ്രായേലിന്റെ പ്രതിരോധ ഡിപ്പാർട്ട്മെന്റ് നൽകിയിരിക്കുന്ന വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജബലിയയിലേക്ക് അവർ ഇരച്ചു കയറി സമാനമായിരിക്കുന്ന പ്രതിരോധം ഹമാസിന്റെ ഭാഗത്തുനിന്നുണ്ടായി. ബങ്കറുകളിൽ നിന്നോ മറ്റു ഭാഗത്തുനിന്നോ വലിയ രീതിയിലുള്ള വെടിവെപ്പുകളുണ്ടായി. സ്ഫോടന ശബ്ദം കേട്ടു എന്ന റിപ്പോർട്ടൊക്കെ പുറത്തു വരുന്നു. 3 സൈനികർ മരണപ്പെട്ടതും ഒരുപാട് സൈനികർക്ക് ഗുരുതരമായിരിക്കുന്ന പരിക്കേറ്റ വിവരവുമാണ് പുറത്തു വന്നത്. അതോടൊപ്പം തന്നെ അവരുടെ സൈനിക ടാങ്കുകളും കവചിത വാഹനങ്ങളും നശിപ്പിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും ഹമാസിന്റെ പോരാളികൾ പുറത്തുവിട്ടു. ഇവിടെ യുദ്ധത്തിന് മറ്റൊരു രീതി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ സൈനികർ ഈ പൊടുന്നനെ ഈ ഭാഗങ്ങളിൽ ജബലിയ ഭാഗങ്ങളിലൊക്കെ ആക്രമണം നടത്തിയത്. അതിന്റെ കാര്യം എന്ന് പറയുന്നത് ഇറാനിൽ വന്നിരിക്കുന്ന മരണവുമായി ബന്ധപ്പെട്ട് മീഡിയക്കാരും റിപ്പോർട്ടർമാരും ഏറെക്കുറെ ഈ വിഷയം തന്നെ ഇറാനുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ആ ചർച്ചയോടനുബന്ധിച്ച് ഫലസ്തീനുമായി ബന്ധപ്പെട്ട വിഷയത്തിന് പ്രത്യേകപരമായ രീതിയിൽ ഒരു പ്രാധാന്യം കാണുന്നില്ല എന്നതിനാൽ നിശബ്ദമായിരിക്കുന്ന സമയത്ത് ശക്തമായിരിക്കുന്ന ആക്രമണം നടത്തുക എന്ന തന്ത്രപരമായിരിക്കുന്ന ഒരു നീക്കമാണ് ഫലസ്തീനിൽ അല്ലെങ്കിൽ ഗസയിൽ ഇസ്രായേലിന്റെ സൈന്യം പ്രയോഗിച്ചത്. ഇത്തരമൊരു സംഭവം ഉണ്ടാകും എന്നുള്ള ഒരു മുന്നറിയിപ്പ് യഥാർത്ഥത്തിൽ ഹമാസിന് ആദ്യഘട്ടത്തിൽ തന്നെ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു മരണവും ഒരു ദുരന്തവും മറ്റൊരു രാജ്യത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിനോടനുബന്ധിച്ച് യുദ്ധഭൂമിയിൽ മാറ്റങ്ങളും അല്ലെങ്കിൽ അക്രമ സാധ്യതകൾ സജീവമാകാനുമുള്ള സ്ഥിതിവിശേഷം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് വലിയ സംവിധാനത്തോടു കൂടിയാണ് ഇറാനിൽ നടന്ന സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മരണവുമായി ബന്ധപ്പെട്ട് ഹമാസിന്റെ ആളുകൾ ഗസയിൽ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് വളരെ ശക്തമായ രീതിയിലുള്ള പ്രതിരോധമാണ് ഇസ്രായേൽ സൈന്യത്തിന് നേരെ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് അവർക്ക് കിട്ടിയ നിർദ്ദേശം എന്ന് പറയുന്നത് ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധത്തോടനുബന്ധിച്ച് ചർച്ചകൾ മുഴുവനും ഈ വിഷയത്തിലേക്ക് വന്ന ആദ്യത്തെ ഒക്ടോബർ 7-ാം തീയതിയുടെ ഘട്ടം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര മേഖലയിലുള്ള മുഴുവൻ മീഡിയക്കാരും ലോകരാജ്യങ്ങൾ മുഴുവനും ഒരേ സമയത്ത് ഫലസ്തീൻ ഇസ്രായേലുമായിട്ടുള്ള വിഷയമായിരുന്നു ചർച്ച ചെയ്തത്. ഹമാസിന്റെ ആക്രമണത്തോടുകൂടി 5000-ഓളം റോക്കറ്റുകൾ പായിച്ചു, 3000-ഓളം തങ്ങളുടെ ഭൂമിയിൽ വീണു എന്ന് പറഞ്ഞു. വലിയ നാശങ്ങളും വലിയ നഷ്ടങ്ങളും തട്ടിക്കൊണ്ടുപോലും കൊലപാതകമായിട്ടിരുന്ന ഒരുപാട് സംഭവങ്ങൾ അന്നത്തെ ആ ദിവസത്തോടനുബന്ധിച്ച് നടന്നു.
ഇത് വലിയ രീതിയിലുള്ള ചർച്ച വന്നതോടുകൂടി റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധ സംബന്ധമായിരിക്കുന്ന കാര്യത്തിന് പ്രാധാന്യം തീരെ കുറഞ്ഞ രീതിയിലാണ് മീഡിയക്കാർ ചർച്ച ചെയ്തത്. ഒരർത്ഥത്തിൽ അത് ചർച്ച ചെയ്തിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് റഷ്യയുടെ സൈന്യം ഉക്രൈനെ ആക്രമിക്കാനും വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്താനും അവർക്ക് സാധിക്കുകയും 3 ഗ്രാമീണ മേഖല ഈ ഒരു ഘട്ടത്തിലാണ് പിടിച്ചെടുത്തത് എന്ന റിപ്പോർട്ടും പിന്നീട് പുറത്തു വന്നു. അപ്പോൾ ഒരു യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് ആ യുദ്ധത്തിന് ലോകം സൈലന്റായി പുതിയൊരു യുദ്ധത്തെ കുറിച്ച് മാത്രം റിപ്പോർട്ട് ചെയ്യുമ്പോൾ മുൻപ് നടക്കുന്ന യുദ്ധത്തിന് ഒരു സജീവത ഉണ്ടാക്കാൻ വേണ്ടി തന്ത്രപരമായിരിക്കുന്ന നീക്കങ്ങൾ ആ രാജ്യത്തിലെ ഭരണാധികാരികളും സൈനികരും പ്രയോഗിക്കുന്നത് സ്വാഭാവികമാണ്. ആ പ്രയോഗമാണ് യഥാർത്ഥത്തിൽ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ട് പാലസ്തീനും ഇസ്രായേലുമായിട്ടുള്ള യുദ്ധത്തിന്റെ ആരംഭഘട്ടത്തിൽ കണ്ടത്. ഇതിന് സമാനമായിരിക്കുന്ന മറ്റൊരു സാഹചര്യമാണ് ഇറാനിൽ നടന്ന സ്ഫോടനം. ഇറാൻ നടന്ന സ്ഫോടനമോ അല്ലെങ്കിൽ അപകട മരണമോ ആയിട്ട് ബന്ധപ്പെട്ടത്. ഇറാന്റെ പരമോന്നത നേതാവായിരിക്കുന്ന പ്രസിഡന്റും വിദേശകാര്യമന്ത്രിയും സമാനമായിരിക്കുന്ന സ്ഥാനം വഹിക്കുന്ന ഏകദേശം 9ഓളം പേര് ഒരു അപകടത്തിൽ മരണപ്പെടുന്നു. അപകടവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഒരു കൃത്യത ഇപ്പോഴും പുറത്തു വന്നിട്ടില്ലെങ്കിലും ലോക മീഡിയ മാധ്യമങ്ങളും മുഴുവനും ഈ വിഷയത്തിൽ വളരെ ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്യുന്നു. അപകടം നടന്ന 19-ാം തീയതി ഞായറാഴ്ച മുതൽ ഇന്നും ആ ചർച്ച തന്നെയാണ് തുടരുന്നത്. അങ്ങനെ ആ സമയത്ത് ഫലസ്തീനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ പ്രാധാന്യം നൽകിയിരിക്കുന്ന ഒരു ചർച്ചകൾ എവിടെയും കാണുന്നില്ല. ഈ അവസരമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഉപയോഗപ്പെടുത്തിയത്. അങ്ങനെ ഇസ്രായേൽ ഉപയോഗപ്പെടുത്തി ലോകം സൈലന്റ് ആയിരിക്കുന്ന സമയത്ത് ശക്തമായിരിക്കുന്ന ആക്രമണം നടത്തുക എന്ന റഷ്യയുടെ തന്ത്രം ഗസയിൽ പ്രയോഗവൽക്കരിക്കാൻ വേണ്ടി വലിയ ശ്രമങ്ങൾ യഥാർത്ഥത്തിൽ റഷ്യയുടെ IDF ഡിപ്പാർട്ട്മെന്റ് നടത്തി എന്നുള്ളതും, അങ്ങനെയാണ് ജബലിയയിലും റഫേലും കാൻ യൂണിസിലും ഒക്കെ ഇസ്രായേലിന്റെ സൈനിക മേധാവിത്വം ഉണ്ടാവുന്ന തരത്തിൽ വലിയ മുന്നേറ്റം കരയുദ്ധത്തിൽ തന്നെ ഉണ്ടായി എന്നുള്ളതും. ഈ കാര്യം മുൻകൂട്ടി മനസ്സിലാക്കിയ ഹമാസിന്റെ പോരാളികൾ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ശക്തമായിരിക്കുന്ന ആക്രമണങ്ങൾ നടത്തി. അങ്ങനെയാണ് IDFന്റെ 3 സൈനികർ കൊല്ലപ്പെട്ട വിവരം അവർ സ്ഥിരീകരിച്ചത്. എന്നാൽ സൈനികർ കൂടുതൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന റിപ്പോർട്ടും അംഗീകാരമില്ലാത്ത രീതിയിൽ, അത് പ്രാദേശികപരമായ രീതിയിൽ പുറത്തു വരുന്നുണ്ട്. അതിനൊരു ഔദ്യോഗിക സ്ഥിരീകരണ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ അംഗീകരിച്ചു എന്ന് പറയുന്നത് ഈ മരണവുമായി ബന്ധപ്പെട്ട വിഷയം ലൈവായിരിക്കുന്ന രീതിയിൽ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ട് ഹമാസ് പുറത്തു വിട്ടു. അത് അൽ ജസീറയിലും അൽ അറബിയ ചാനലിലും അതോടനുബന്ധിച്ചുള്ള പ്രാദേശിക ചാനലിലൊക്കെ ഇതിന്റെ വീഡിയോ പുറത്തു വന്നു. വീഡിയോ പുറത്തു വരുന്ന സമയത്ത് ഇത് നിഷേധിക്കാൻ വേണ്ടി ഇസ്രായേൽ സൈന്യത്തിന് സാധിക്കാതെ വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവരിത് അംഗീകരിക്കാറുള്ളത്. ഇപ്പോഴും അംഗീകരിച്ചത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ ജബലിൽ നടന്നിരിക്കുന്ന ആക്രമണം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മരണം എന്ന് പറഞ്ഞാൽ ഇസ്രായേലി സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള നഷ്ടമാണ്. കാര്യം എന്ന് പറയുന്നത് ആ ഭാഗവും ആ പ്രദേശവും മുഴുവനും ഒരു കാലത്ത് കീഴടക്കുകയും പരമാവധി ഹമാസിന്റെ പോരാളികളെ ഇല്ലാതാക്കി അവരുടെ ആയുധങ്ങൾ പിടിച്ചെടുത്തു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരികയും അത് ലോകത്തോട് ഇസ്രായേൽ പറയുകയും ചെയ്തതാണ്. പിന്നീട് അവരത് പതുക്കെ ഘട്ടം ഘട്ടമായി ഇസ്രായേൽ സൈന്യത്തെ പിൻവലിച്ച സമയത്ത് അവിടെ 2ാം ഘട്ടത്തിൽ ഹമാസ് പോരാളികൾ വീണ്ടും അവിടെ എന്ത് ചെയ്തു, ഭരണം നടത്താൻ വേണ്ടി തുടങ്ങിയതോടുകൂടിയാണ് അവർ വീണ്ടും തുരത്താൻ വേണ്ടി ഇസ്രായേൽ സൈന്യം ഇരിച്ച കയറിയത്. അതിനാണ് പ്രതിരോധം ഉണ്ടാക്കി വലിയ നാശങ്ങളും വലിയ നഷ്ടങ്ങളും ഉണ്ടായിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. അപ്പോൾ ഗസയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ ഏതെങ്കിലും രാജ്യങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുമെങ്കിൽ അതിന് സമാനമായ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ ഇസ്രായേൽ സൈന്യത്തിന് സാധിക്കും എന്ന് മണ്ടത്തരപരമായിരിക്കുന്ന ഒരു തീരുമാനമാണ് യഥാർത്ഥത്തിൽ അവരെടുത്തത്. അതുകൊണ്ടാണ് ഈ സൈനിക നഷ്ടം ഉണ്ടായത്. 614 സൈനികർ മരണപ്പെട്ട വിവരം ഈ 3 മരണത്തോടു കൂടി സ്ഥിരീകരിച്ചുകൊണ്ട് അവർ റിപ്പോർട്ട് പുറത്തിറക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ മരണസംഖ്യ ഇതിനേക്കാൾ ഒരുപാട് കൂടുതലാണ്. അതൊന്നും ഇസ്രായേൽ സൈന്യം പുറത്തു വിടാറില്ല. യൂറോപ്യൻ രാജ്യങ്ങളും ഏറെക്കുറെ അങ്ങനെയാണ് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. ഏതായിരുന്നാലും ഇപ്പോഴത്തെ ഗസയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വലിയ ശക്തമായിരിക്കുന്ന പ്രതിരോധമാണ് ഹമാസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പിടിച്ചു നിൽക്കാൻ വല്ലാത്ത രീതിയിൽ പ്രയാസം അവരനുഭവിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.